പ്രൈസ് ലോർഡ്. ഞാൻ ഡോക്ടർ രാജു കെ ബേബി, കൺസൾട്ടൻറ്റ് സർജനായിട്ടും അതുപോലെ ജനറൽ പ്രാക്ടീഷണറുമായിട്ട് വർക്ക് ചെയ്യുന്നു. കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണമംഗൽ എന്ന സ്ഥലത്ത് കോടതിക്കടുത്ത് എൻ്റെ പ്രയർ ക്ലിനിക്കിൽ ഞാൻ ജോലി ചെയ്യുന്നു. ഞാൻ ഈ മെഡിക്കൽ രംഗത്തായിട്ട് ഏതാണ്ട് 33 വർഷക്കാലമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ബിരുദമെടുത്തു. അതിനുശേഷം പിന്നെ MS ഗുജറാത്തിൽ നിന്ന് എടുത്തു. നിങ്ങളിൽ ഇഷ്ടമുള്ള ആൾക്കാർ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. അതുപോലെ സന്മനസ്സുകൾ ഇത് ഷെയർ ചെയ്ത് ഈ ഉദ്യമത്തെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്ന് നമ്മുടെ പുതിയ ടോപ്പിക്കായിട്ടുള്ള തലവേദനയിലേക്ക് കടക്കുകയാണ്. ഈ തലവേദന എന്ന് പറയുന്നത് തലവേദന വരാത്തവരായിട്ട് ആരുമില്ല. എല്ലാ മനുഷ്യരും ഇന്നല്ലെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്ന് തലവേദനയുമായിട്ട് വന്ന് പോയിട്ടുള്ളവരാണ്. അങ്ങനെ വരാത്തതായിട്ടുള്ള ഒരു മനുഷ്യനെ പോലും നമുക്ക് കാണാനായിട്ട് പറ്റുകയില്ല. എന്നാൽ പൊതുവെ തലവേദന സ്ത്രീകളിൽ അല്പം കൂടുതലാണ്. എന്നാൽ അതുപോലെ കുട്ടികളിൽ കുറച്ച് കുറവാണ്. എങ്ങനെയാണ് തലവേദന? ഇന്നല്ലെങ്കിൽ നാളെ ഈ സംഭവകരമായിട്ടുള്ള ഈ തലവേദനയിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ശരീരത്തിലെ നിസ്സാര കാര്യങ്ങൾ മതി. ശരീരത്തിലെ മാത്രമല്ല അന്തരീക്ഷത്തിലെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ മാനസിക കാര്യങ്ങളായിരുന്നാലും നമുക്ക് തലവേദന ഉണ്ടാകാം. ഏതാണ്ട് 100 ബില്യൺ കണക്കിന് ന്യൂറോണുകളുള്ള ഞരമ്പിൻ്റെ ഒരു കൂടാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ആക്റ്റീവായിട്ടുള്ള ന്യൂറോൺസ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചിന്തകൾ, വിചാരങ്ങൾ, അതുപോലെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പിടിച്ചെടുത്ത് നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ അവിടെ എവിടെയെങ്കിലും ഒരു താളപ്പിഴ വന്നു കഴിഞ്ഞാൽ അത് തലവേദനയായിട്ട് രൂപാന്തരപ്പെടാം. അതുകൊണ്ടാണ് തലവേദന എന്ന് പറയുന്നത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തലവേദനയ്ക്ക് ഗുളിക കഴിക്കുകയോ കഴിച്ചവരാണ് ഭൂരിഭാഗം വരുന്ന എന്നെ കേൾക്കുന്നതായിട്ടുള്ള ആൾക്കാർ. എന്നാൽ മിക്ക തലവേദനകളും ശാസ്ത്രം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതല്ല അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ പൊതുവെ നോക്കുമ്പോൾ നമ്മുടെ ശാരീരികമായ അസ്വസ്ഥതകൾ തലവേദനയിലേക്ക് നീക്കാം. ഉറക്കളപ്പ് തലവേദനയിലേക്ക് നീങ്ങാം. നമ്മുടെ കൂടുതലായിട്ടുള്ള ജീവിതഭാരങ്ങൾ, അമിതമായിട്ടുള്ള സൈക്കോളജിക്കൽ സ്ട്രെസ്, ഡിപ്രഷൻ ഇവയെല്ലാം തലവേദനയിലേക്ക് നീങ്ങാം. ജനറലായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ പല ENT രോഗങ്ങളും തലവേദനയിലേക്ക് നീങ്ങാം. കണ്ണിൻ്റെ കാഴ്ചശക്തിയും തലവേദനയും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അതുപോലെ ഞരമ്പുകളുടെ പ്രവർത്തനവും തലയിലെ ഞരമ്പുകളുടെ പ്രവർത്തനവും ഈ തലവേദന ആയിട്ട് വളരെ ബന്ധമുണ്ട്. എന്തിന് ഒരു ദിവസം 2 ഗ്ലാസ് വെള്ളം കുറഞ്ഞാൽ പോലും തലവേദന വരുന്ന ആൾക്കാരുണ്ട്. ഒരു ഗുളിക കിട്ടിയില്ലെങ്കിൽ തലവേദന വരുന്ന ആൾക്കാരുണ്ട്. ചെറിയൊരു നിസ്സാര കാര്യം മതി വളരെയധികം ആകുലതരായി തലവേദനയോട് കിടക്കുന്നവരായി പോയി കിടക്കുന്നവരുണ്ട്. അങ്ങനെ സർവ്വസാധാരണമായിട്ടുള്ള ഈ തലവേദന വൈദ്യശാസ്ത്രത്തിലും വ്യാപരിച്ച് കിടക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെതായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് അത് അങ്ങനെ തന്നെ കിടക്കുന്നു. നമ്മൾ തലവേദന വരുന്നതായിട്ടുള്ള സമയത്ത് ഏതെങ്കിലും ഒരു ഗുളിക എടുത്ത് കഴിക്കും, അതങ്ങ് മാറും. എന്നാൽ ഞാനൊരു കാര്യം പറയണ്ടേ, ഈ ഗുളികളൊക്കെ നമ്മളെ സഹായിക്കുന്നേ ഉള്ളൂ. തലവേദനയുള്ള ആൾക്കാർക്ക് വിശ്രമവും ഏതെല്ലാം കാര്യങ്ങളാണ് തലവേദനയിലേക്ക് നമ്മൾ നയിക്കുന്നത് ആ കാര്യങ്ങൾക്കുള്ള ശാന്തിയുമാണ് ആവശ്യം. അപ്പോൾ നമ്മൾ അത് ഏതാ കോസേറ്റീവ് ഫാക്ടറാണ് നമ്മളെ തലവേദനയിലേക്ക് നയിച്ചത് എന്നുള്ളത് കണ്ടുമടിച്ച് മനസ്സിലാക്കി അത് ചികിത്സിക്കുമ്പോഴാണ് തലവേദനയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നത്. നമുക്ക് പലപ്പോഴും അതിന് എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും.
ചില സമയത്ത് സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും, ചില സമയത്ത് MRI സ്കാന് ചെയ്ത് നോക്കേണ്ടി വരും. അങ്ങനെ തലയ്ക്കകത്തോ പുറത്തോ പ്രശ്നങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ടി വരും. ഇന്ന് തലവേദനയെ കുറിച്ചുള്ള ചികിത്സകളെ കുറിച്ച് പറയുമ്പോൾ അത് നിസ്സാരമാണ്. നിസ്സാരമെന്ന് പറഞ്ഞാൽ, ഞാൻ നിസ്സാരമെന്ന് പറയുമ്പോൾ ഇന്ന് ഗുളിക കഴിക്കുന്നതിനെ കുറിച്ച് ആൾക്കാർക്ക് വളരെയധികം ഭീതിയും പേടിയും ഉള്ളൊരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ യാതൊരുവിധ പേടിയുടെയും കാര്യമില്ല. കാരണം ഈ ഗുളികകൾ കഴിക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്. 1,00,000 പേര് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോയി, അല്ലെങ്കിൽ 10,000 പേര് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോയി, ഒരാളതിൽ ഇടിച്ച് ചെത്തുന്നെന്ന് വിചാരിച്ച് നമ്മളാരും ബസ് യാത്രയോ അല്ലെങ്കിൽ പ്ലെയിൻ യാത്രയോ ഉപേക്ഷിക്കുന്നില്ല. അതുപോലെ മരുന്നുകൾ ആവശ്യത്തിന് കരുതലോടെ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു തടസ്സവുമില്ല. ഇന്ന് ഇതിൻ്റെ മരുന്നുകളൊക്കെ കൗണ്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രമാണിച്ച് നിങ്ങൾക്കിത് വാങ്ങിച്ച് ഇത് കഴിച്ച് ഈ തലവേദനയിൽ നിന്ന് മോചനം പ്രാപിക്കാവുന്നതാണ്. എന്നാൽ ഈ തലവേദനയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. തലവേദന പിടിച്ച് ഇഞ്ചക്ഷൻ എടുക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ ഇഞ്ചക്ഷൻ തന്നെ എടുക്കണം. ഗുളിക കഴിക്കേണ്ടത് നിങ്ങൾ ഗുളിക തന്നെ കഴിക്കണം. നിങ്ങൾ വിശ്രമിക്കേണ്ട സമയത്ത് നിങ്ങൾ വിശ്രമിക്കുക തന്നെ വേണം. ഇങ്ങനെ ചെയ്യാതിരുന്നാൽ തലവേദനയെല്ലാം കൂടി കുളമായി പിന്നീട് 2-3 ദിവസം പൂർണ്ണമായിട്ടുള്ള വിശ്രമം നമുക്ക് ആവശ്യമായിട്ട് വരും. മലയാളത്തിലൊരു ചോദ്യമുണ്ടല്ലോ, സൂചി കൊണ്ട് എടുക്കുന്നത് നമ്മൾ തുമ്പ കൊണ്ട് എടുക്കരുത്. നമ്മൾ സൂചി കൊണ്ട് എടുക്കേണ്ടത് സൂചി കൊണ്ട് തന്നെ എടുക്കണം. നിസ്സാര കാര്യങ്ങളായിട്ടുള്ള തലവേദനകൾ തുടങ്ങുമ്പോൾ അത് ചികിത്സിച്ചാൽ അത് വലിയ തലവേദനകളായി, അല്ലെങ്കിൽ ഛർദിലായിട്ട് മാറി, അല്ലെങ്കിൽ ഇളക്കമായിട്ട് മാറി, അങ്ങനെയും സംഭവിക്കാം. മാറരുത്. ഈ തലവേദനയുള്ള ആൾക്കാര് നാടിനൊരു തലവേദനയാവരുത്, അല്ലെങ്കിൽ വീട്ടുകാർക്കൊരു തലവേദനയാവരുത്. അവർ സ്വയം നിയന്ത്രിച്ച് തങ്ങളുടെ ജീവിതത്തിലെ ചികിത്സ ഉത്തമമെന്ന് കരുതുന്നത് തിരഞ്ഞെടുത്ത് അവ ചെയ്ത് ഇതിനൊരു പരിഹാരം വരുത്തേണ്ടതാണ്. ഞാനിതെല്ലാം പറഞ്ഞത് എനിക്ക് സാമൂഹ്യമായിട്ടുള്ള ബാധ്യത ഉള്ളത് കൊണ്ടാണ്. ആ ഒരു ബാധ്യതയുടെ വെളിച്ചത്തിൽ പറയുമ്പോൾ ഈ തലവേദനകൾ ഒരുപാട് വേദന സംഹാരികൾ അതിനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ആ തലവേദന കുറക്കുന്നു. ശിഷ്ടകാലം ജീവിച്ചിരിക്കുന്ന കാലം എങ്ങനെയെങ്കിലും ജീവിച്ച് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം താഴാതെ, നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ് പോകാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇത്രയുമെല്ലാം എന്നെ കേട്ട എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ സംശയമുള്ളത് പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അതുമല്ല, നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങളെ ആകാം. ഈ ഇത്രയും എന്നെ സഹായിച്ചായിട്ടുള്ള ഇത് ഷൂട്ട് ചെയ്തായിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ മകളോടും അതുപോലെ ഈ സമൂഹത്തോടും ഉള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഇനിയൊരു പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് കാണാം. ഇപ്പോൾ എൻ്റെ 11ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി 12ാമത്തെ എപ്പിസോഡുമായിട്ട് താമസിയാതെ കാണാം.